നമസ്കാരം. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ദൌത്യം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ ശുഭാംശു ശുക്ലയും ആക്സിയം 4 സംഘവും സുരക്ഷിതരായി ഭൂമിയിലെത്തി. 4 ബഹിരാകാശ യാത്രികരുമായി ഡ്രാഗൺ ഗ്രേവ്സ് പേടകം വൈകുന്നേരം 3:01 ശാന്തസമുദ്രത്തിൽ വന്നിറങ്ങിയത്. പേടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ 4 യാത്രികരും ഇനി 7 ദിവസം നിരീക്ഷണത്തിലായിരിക്കും. ഓഗസ്റ്റിലാകും ശുഭാംശു തിരികെ ഇന്ത്യയിലേക്ക് എത്തുക. ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല, കോൾ സൈൻ ഷുക്സ്, ഇന്ത്യൻ വ്യോമസേനയിലെ ഏറ്റവും മികച്ച പൈലറ്റുമാരിൽ ഒരാൾ. ഇന്ത്യയുടെ ആദ്യ ആസ്ട്രോനോട്ട് ഗ്രൂപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം. സൂക്ഷ്മ നിരീക്ഷണ പാടവം, സങ്കീർണ വിഷയങ്ങൾ അതിവേഗം പഠിച്ചെടുക്കുന്ന ബുദ്ധിമാൻ, സാങ്കേതിക സങ്കീർണതകൾ അഴിച്ചെടുക്കുന്നതിൽ പ്രത്യേക കഴിവ്. മിഷൻ കമാൻഡർ പെഗി വിറ്റ്സിന്റെ വാക്കുകൾ കടമെടുത്താൽ വിക്കറ്റ് സ്മാർട്ട്. ശുഭാംശുവിനു പുറമെ പോളണ്ടുകാരൻ സ്ലാവോസ് ഉസ്നാൻസ്കിക്കും ഹംഗറിക്കാരൻ ടിബോർ കാപ്പുവിനും ഇത് കന്നി ബഹിരാകാശ യാത്രയായിരുന്നു. മാറുന്ന കാലത്ത് ഒരു രാജ്യത്തിനും മനുഷ്യ ബഹിരാകാശ ദൌത്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനാകില്ലെന്നതിന്റെ സാക്ഷ്യമായി ആക്സിയം 4 എന്ന സ്വകാര്യ ദൌത്യം. 4 രാജ്യങ്ങളിൽ നിന്നായി 4 മനുഷ്യർ ഒരുമിച്ച് ബഹിരാകാശത്ത് പോയെങ്കിലും ഇന്ത്യയുടെ മനസ്സ് മുഴുവൻ ശുഭാംശു ശുക്ല എന്ന 39-കാരനിലായിരുന്നു. ഗഗൻയാൻ സംഘാംഗങ്ങളിലെ ഇളമുറക്കാരന്റെ ഈ യാത്ര ഇന്ത്യയുടെ വലിയ സ്വപ്നങ്ങളിലേക്കുള്ള ചെറിയ കാൽവയ്പ് മാത്രം. സ്വന്തം നിലയ്ക്ക് മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഗഗൻയാൻ ദൌത്യങ്ങൾക്കായാണ് രാജ്യത്തിന്റെ കാത്തിരിപ്പ്. ശുഭാംശുവിന്റെ യാത്രയിലൂടെ കിട്ടിയ വിലപ്പെട്ട അനുഭവപരിചയം ആ യാത്രയിൽ മുതൽക്കൂട്ടാകും. ബഹിരാകാശവാസം നടത്തി തിരിച്ചെത്തിയ കേരളത്തിൽ നിന്നുള്ള വിത്തുകളടക്കം ഇന്ത്യയുടെ ഭാവി സ്വപ്നങ്ങൾക്ക് ഊർജം പകരും. ഇനി കാത്തിരിപ്പ് ശുഭാംശു ഇന്ത്യയിലെത്തുന്ന ദിവസത്തിനായി. ഈ യാത്രയെക്കുറിച്ച് ചോദിച്ചറിയാൻ ഒരുപാടുണ്ട് രാജ്യത്തിനും ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിക്കും. आजा आजा जिंद शामी आने के तले, आजा जरी वाले नीले आसमाने के तले. आजा आजा जिंद शामी आने के तले, आजा जरी वाले नीले आसमाने के तले. It is my sincere endeavor through my mission to inspire an entire generation back home in the country. I want to use this opportunity to ignite curiosity among kids. Even if this story, my story, is able to change one life, it would be a huge success for me.